ജീവിതത്തിൽ പലപ്പോഴും ഞാനൊരു ഉത്തരവാദിത്തമില്ലാത്ത ഒരാളായിരുന്നു. ഉത്തരവാദിത്തം കുട്ടിക്ക് വീട്ടിൽ, അപ്പം വീട്ടിലപ്പം ചിലരോടുക അങ്ങനെ ഒരു പരിപാടി നമ്മളെ സംബന്ധിച്ചല്ലോ. നമ്മൾ ഈ നാടോടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അമ്മ പോയതാണ് എനിക്ക് ഈ ഭീകരമായ നഷ്ടം. എനിക്ക് അതിഭീകരമായി ഇന്നും ആ, എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അതിഭീകരമായ, കാരണം അമ്മയാണ് ഒന്നാം സ്ഥാനം. ഒന്ന് അമ്മയാണ് ഒരു വലിയ പ്രശ്നമാണ്. അതായിരുന്നു എനിക്ക് ഇപ്പോഴും. കാരണം അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. കാരണം എല്ലാ വേദനയും കൊണ്ടൊന്നും കൊടുക്കുന്ന അമ്മയുടെ കൈയാണ്. ഇതൊക്കെ പറഞ്ഞാലും അവസാനം അമ്മ എടുത്ത് പോയിട്ട് കുറച്ചേരം ഇരിക്കുക, വർത്തമാനം പറയലൊന്നുമില്ല. പലപ്പോഴും ഞങ്ങളുടെ നാട്ടുമ്പുറത്തിൻ്റെ ഒരു സ്വഭാവം അമ്മയോട് അങ്ങനെ ഒരു പലപ്പോഴും അകൽച്ചകൾ. പക്ഷെ അമ്മയുടെ നഷ്ടം അതിഭീകരമായ നഷ്ടം. പിന്നെ അമ്മ നഷ്ടപ്പെട്ടോടി ലോകത്ത് പിന്നെ ആരുമില്ല എന്നുള്ളൊരു വെച്ചാൽ ആ വള്ളി പൊട്ടിപ്പോയി. ഒരു ബന്ധം എല്ലാ സങ്കടങ്ങളും കൊണ്ടു കൊടുക്കുന്നത് അവരാണ്. അവസാനത്തെ ഒരു തിരിഞ്ഞ അമ്മയാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആ പെയിന് എന്നെ വല്ല അലട്ടുന്നുണ്ട്. അമ്മയുടെ വില അറിയുന്നത് അവിടെയാണ്. അതിനുശേഷമാണ് പലപ്പോഴും ആ നിരുത്തരവാദിത്വം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഫാൻറ്റസിയിലൊക്കെ ജീവിക്കുന്നതല്ലാണ്. എന്ന് വെച്ചാൽ നാളെക്കുറിച്ചുള്ളൊരു ആശങ്ക എനിക്ക് ഇപ്പോഴും ഇല്ല. അല്ല ശരിയാവും എന്ന് പറയുന്ന ഒരു പ്രശ്നം. പക്ഷേ ഞാൻ ഈ പാട്ടും ഈ പ്രവൃത്തിയൊക്കെ നടക്കുമ്പോഴും എന്നെ രൂപപ്പെടുത്തുന്നത് ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം അടങ്ങിയിരിക്കുന്ന ഒരു ആകാൻ കാരണം അടങ്ങിയിരിക്കുന്നൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ അക്കിയിരുന്ന ആൾ എൻ്റെ വൈഫാണ്. അല്ലെങ്കിൽ അങ്ങനെ അടങ്ങുന്ന ഒരാളല്ല, അങ്ങനെ അലഞ്ഞ ഒരു മനുഷ്യൻ. രാഖിയാണ് എന്നെ ഒരു മനുഷ്യൻ്റെ ഒരു 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 സ്ഥിരബുദ്ധിയുള്ളതിനാക്കി. എൻ്റെ പാട്ടിനെ കുറച്ചുകൂടെ അതിനെ ഇതാക്കിയും പല തരത്തിൽ അങ്ങനെ കൺട്രോൾ ചെയ്ത്, പുരുഷാധിപത്യത്തിൻ്റെ പ്രശ്നമല്ല, അങ്ങനെ കൺട്രോൾ ചെയ്ത് ഞാൻ പിടിച്ചിരിക്കുന്ന ഒരാളല്ല. ഞാൻ ഈക്വലായിട്ട് എല്ലാവരെയും കാണുന്നതാണ്. രണ്ടുപേരുടെ മുകളിൽ അധികാരം കൊടുക്കുന്നില്ല. അങ്ങോട്ടൊരു അധികാരം സ്ഥാപിക്കാനും അല്ല ഇങ്ങോട്ടൊരു അധികാരം ഇടാനും ഈക്വൽ. പക്ഷെ അതങ്ങനെ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും എന്നെ ഒരു ഇത്രയൊക്കെ ആക്കിയത്, അത്രയാക്കുകയെന്ന് വെച്ചാൽ രൂപപ്പെടുത്തുന്നില്ല. പാട്ട് എങ്ങനെയൊക്കെ ആയിരിക്കണം, അവരെന്നേക്കാൾ അവരുടെ അവരുടെ ചിന്തയിലും അന്വേഷണത്തിലും അവരുടെ എക്സ്പീരിയൻസിലൊക്കെ ലോകത്തെ കുറച്ചുകൂടെ റിയലൈസ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഫാൻറ്റസിയിലാകും റിയാലിറ്റി. അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം. എൻ്റെ വസ്ത്രത്തിൽ പോലും ക്രമീകരണങ്ങൾ കൊണ്ടുവരും. എൻ്റെ ആറ്റിറ്റ്യൂഡിനകത്ത് ബിഹേവിയറിലൊക്കെ എങ്ങനെ ആകണം എന്ന് പറയുന്നതും. അപ്പോൾ പലപ്പോഴും നാട്ടുമ്പുറത്തിൻ്റെ കുറേ മോശപ്പെട്ട വാക്കുകളും മോശപ്പെട്ട രീതികളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കുകയും നേരെയാക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ രാഖിയാണ്. പക്ഷേ അതൊരു പെട്ടെന്നുള്ള എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവത്തിലാണ് ഇപ്പോൾ അത് സംഭവിച്ചത്. അതൊരു വല്ലാത്ത പ്രതിസന്ധിയാക്കിയിട്ട് അവൾക്ക് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ രണ്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ സംഭവിക്കുന്നു. വിട്ടുപോകുമെന്ന് വിചാരിച്ചില്ല. അതൊരു വല്ലാത്തൊരു പിടിയിലാണ് ആയിരുന്നു. അവളും പ്രതീക്ഷിച്ചില്ല. അവളാണെങ്കിൽ അവളുടെ ജീവിതത്തിൻ്റെ നല്ല സമയമായിരുന്നു. അവൾ സിനിമയായിരുന്നു അവളുടെ ലക്ഷ്യം. അപ്പോൾ സിനിമ ചെയ്യാനുള്ള സ്വന്തമായി സിനിമ ചെയ്യാനുള്ള ഒരു എല്ലാ കാര്യങ്ങളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയായിരുന്നു. അത് ഞാനും അവളെ അതിന് പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റില്ലെങ്കിലും അവരവരുടെ മേഖലകളിൽ പരസ്പരം വേണ്ടത്ര ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവസാനം ഞാൻ എൻ്റെ സൗഹൃദത്തിൽ തന്നെ അവർക്ക് സിനിമ ചെയ്യാനുള്ള പ്രൊഡ്യൂസറെയൊക്കെ എല്ലാം ക്രമീകരിച്ച് സിനിമ ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ് സത്യത്തിൽ ഈ ലോകം വിട്ടുപോകുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ ഒരു മനുഷ്യൻ കൂടിയിരുന്ന ഒരാൾ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ എത്രയോ വർഷത്തെ 25 30-35 വർഷത്തെ വലിയ സൗഹൃദം നഷ്ടപ്പെടുന്നത് വലിയൊരു വല്ലാത്തൊരു വേദനയാണ്. അത് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാണ്.
പക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല അതിൻ്റെ പ്രശ്നം. അതൊരു വല്ലാത്ത